പെഹൽഗാമിലെത്തി ഞങ്ങൾ ആദ്യം പോയത് മാമൽ ശിവക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ ശിവലിംഗത്തിൽ അർപ്പിക്കാൻ ഒരു കൂജയിൽ എനിക്ക് വെള്ളം എടുത്തു തന്ന സഹോദരൻ താൻ 21 വർഷമായി ഈ അമ്പലത്തിലെ കെയർടേക്കർ ആണെന്നും അദ്ദേഹം ഒരു മുസ്ലിം ആണെന്നും പറഞ്ഞ നിമിഷം എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷേ ഈ രാജ്യത്തിന്റെ ആത്മാവ് ഇന്നും ജീവനോടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിന്റേതായിരുന്നിരിക്കും അത്. ഞങ്ങളുടെ അന്നത്തെ സ്റ്റേ ലാറിപോറയിലെ ബോംബെ റെസിഡൻസി എന്ന ഹോട്ടലിലായിരുന്നു. അവിടെ സാധനങ്ങളൊക്കെ വെച്ച് ഉച്ചയ്ക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം ഒന്ന് പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ പെഹൽഗാമിൽ തന്നെയുള്ള ആറു വാലിയും ബേതാബ് വാലിയുമാണ് കാണാൻ പോയത്. ബേതാബ് വാലിയിൽ പോയപ്പോൾ ശരിക്കും ഒരു യശ് ചോപ്രയുടെ സിനിമയിലെ ഫീലായിരുന്നു. റൊമാൻറ്റിക് അല്ലാത്തവർ പോലും റൊമാൻറ്റിക് ആയി പോട്ടോ, അത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഏതായാലും റൊമാൻസ് കൊണ്ട് വയറൊന്നും അറിയില്ല എന്ന് മനസ്സിലായപ്പോ കശ്മീരിലെ ഫേമസ് ഗ്രിൽഡ് ട്രൗട്ട് ഫിഷ് ഒക്കെ കൂട്ടി ലഞ്ച് കഴിച്ച് പിന്നീട് ഞങ്ങൾ പോയത് പെഹൽഗാമിലെ ഫേമസ് സെൽഫി പോയിന്റിലേക്കായിരുന്നു. അവിടെ ഏപ്രിൽ 22 ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 22 പേർക്കുമായി നിർമ്മിച്ച സ്മാരകം കാണാനായി. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫോൺ ഗാലറിയിലെ ചിത്രങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇന്ത്യയുടെ 2 മുഖങ്ങളായിരുന്നു. ഒരു വശത്ത് മതഭേദങ്ങളില്ലാതെ ദൈവത്തെ കാത്തു സൂക്ഷിക്കുന്ന മാമൽ ശിവക്ഷേത്രത്തിലെ ആ മനുഷ്യൻ, മറുവശത്ത് മതത്തിന്റെ പേരിൽ 26 ജീവനുകൾ കവർന്നെടുത്ത ഭീകരതയുടെ സ്മാരകം. മതത്തിന്റെ പേരിൽ കൊല ചെയ്യുന്നവർ ഒരിക്കലും എന്റെ നാടിനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ല, അതുള്ളത് പരസ്പരം കൈകോർത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ സ്നേഹമുള്ള ഹൃദയത്തിലാണ്. മതത്തിന്റെ കനത്ത തിരശീലകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഹൃദയങ്ങളിലാണ്. അങ്ങനെയുള്ള എന്റെ മാതൃരാജ്യത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല.